ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 7-ാം ഞായർ. ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ വിരോധിക്കുന്ന, വെറുക്കുന്ന, പ്രതികാരം ചെയ്യുന്ന ജീവിതമല്ല. പിന്നെയോ സ്നേഹിക്കുന്ന, കരുണ കാണിക്കുന്ന, ക്ഷമിക്കുന്ന ജീവിതമാണ്. ഇന്നത്തെ വായനകൾ അതാണ് നമുക്ക് വെളിവാക്കി തരിക. തന്നെ കൊല്ലാൻ വേണ്ടി വേട്ടയാടുന്ന സാവൂൾ രാജാവിനെ കൊല്ലാനായിട്ട് നല്ല അവസരം കിട്ടിയിട്ടും കൊല്ലാൻ തയ്യാറാകാതെ അവൻ കർത്താവിൻ്റെ അഭിഷിക്തനാണ് എന്ന് ബോധപ്പെട്ട് കർത്താവ് പ്രതികാരം ചെയ്യട്ടെ, ഞാൻ ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഒരു വിധത്തിൽ ക്ഷമ കാണിക്കുന്ന ദാവീദിനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ കാണുക. 3000 ഭടന്മാരുമായി ദാവീദിനെ തിരക്കി വേട്ടയാടുന്ന സാവൂൾ അവിടെ ഒരു ഗുഹയ്ക്കകത്ത് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ദാവീദ് രാജാവ് അവിടെ ചെല്ലുക. കൂടെ ഉണ്ടായിരുന്ന അഭിഷായി പറഞ്ഞു, ഇവനെ ഇപ്പോഴെ തന്നെ തട്ടിക്കളയാം, കൊന്നുകളയാം. അപ്പോൾ ദാവീദ് പറഞ്ഞു, വേണ്ട, കർത്താവിൻ്റെ അഭിഷിക്തന് മേൽ ഞാൻ കൈകൾ വയ്ക്കില്ല. ആ രാജാവിൻ്റെ കുന്തവും കൂജയും എടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് ദൂരെയുള്ള ഒരു മലമുകളിൽ നിന്നുകൊണ്ട് സാവൂൾ രാജാവിനെയും സാവൂളിൻ്റെ പടയാളികളെയും വിളിച്ച് വിവരം അറിയിച്ചു. അതേ, കുന്തം കൊണ്ടുപോക്കിയുള്ളുക. തന്നെ കൊല്ലാനായിട്ട് അവസരം കിട്ടിയിട്ടും തന്നെ കൊല്ലാതെ വെറുതെ വിട്ട ദാവീദിൻ്റെ വലിയ സ്നേഹം സാവൂൾ അവിടെ തിരിച്ചറിയുന്നതായിട്ട് നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റുള്ളവരോടുള്ള പ്രതികാര ചിന്ത വേണ്ട, വിരോധം വേണ്ട. എല്ലാവരിലും നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കട്ടെ. നമ്മൾ ആരുടെയും ജീവൻ എടുക്കാനുള്ളവരല്ല. പ്രതികാരം ദൈവത്തിൻ്റേതാണ്. നമ്മൾ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ അതാണല്ലോ വായിക്കുന്നത്. അത് ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക. നിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ആഹാരം കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ വെള്ളം കൊടുക്കുക. അതിലൂടെ നീ അവൻ്റെ തലയിൽ നീ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ സങ്കീർത്തനത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്വഭാവം അവിടെ വെളിവാക്കുക. കരുണ കാണിക്കുന്ന ദൈവം, പാപികളോട് പോലും ക്ഷമിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ വലിയ കരുണയെ പ്രകീർത്തിച്ച് പാടുന്ന സങ്കീർത്തനമാണ് 103-ാം സങ്കീർത്തനം. നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കണം. അതിന് ദൈവത്തിൻ്റെ സ്വഭാവമാണ് സങ്കീർത്തനത്തിൽ വിവരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ കരുണയെ അനുകരിക്കാനായിട്ട് തയ്യാറാകാം. നമ്മൾ ദൈവമക്കളാണ് നമുക്ക് എന്ന ബോധത്തോടെ ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. നമ്മൾ ക്ഷമിക്കണം, കാരണം ദൈവം നമ്മളോട് ക്ഷമിക്കുന്നു. നമ്മൾ ക്ഷമിക്കണം, കാരണം ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ക്ഷമിക്കണം, കാരണം ക്ഷമിച്ച ഈശോയുടെ യഥാർത്ഥ ശിഷ്യരാണ് നമ്മൾ ക്ഷമിക്കണം, പിന്നെ കാരണം നമ്മളെ ക്ഷമയുടെ ശക്തി കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ഷമിക്കണം, കാരണം ക്ഷമിക്കുന്നവരുടെ കൂട്ടായ്മയായ സഭയിലെ അംഗങ്ങളാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ഷമിക്കണം, കാരണം നമ്മൾ സ്വർഗത്തിൻ്റെ പൗരരാണ്. സ്വർഗത്തിൽ പ്രിയപ്പെട്ടവരെ അവിടെ ക്ഷമയും കരുണയും സ്നേഹവും മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ 2-ാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ അവിടെ ആദത്തെയും ക്രിസ്തുവിനെയും കുറിച്ചാണ് നമ്മളോട് പറയുക. ആദം പൂഴിയിൽ നിന്ന് വന്നു, ക്രിസ്തുവോ സ്വർഗത്തിൽ നിന്നും വന്നു. നമ്മൾ പൂഴിയിൽ നിന്ന് ജനിച്ചവരാണ് എങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മൾ ആദത്തെ പോലെ അല്ല, പിന്നെയോ ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനായിട്ട് ശ്രദ്ധ വയ്ക്കണമെന്ന് 2-ാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഗലാത്യർക്കുള്ള ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 19, 20, 21 വാക്യങ്ങളിൽ നമ്മൾ ജഡത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗലാത്യർക്കുള്ള ലേഖനത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ തുടർന്ന് 22, 23 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ജഡത്തിൻ്റെ ഫലങ്ങളിലൂടെ ജീവിക്കേണ്ടവരല്ല, പിന്നെയോ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ 2-ാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ ആദത്തിൽ ജനിച്ചുവരെങ്കിലും ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവരാ.
അങ്ങനെ നമുക്ക് സ്വർഗീയരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടെ സ്നേഹം നിറഞ്ഞ്, ക്ഷമ നിറഞ്ഞ്, കരുണ കാണിച്ച് ജീവിക്കുവാനായിട്ട് നാം തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ ഈ സമതല പ്രസംഗത്തിൻ്റെ രൂപത്തിൽ 2 ഭാഗം നമ്മൾ വായിച്ച് കേൾക്കുകയാണ്. ഈ സമതല പ്രസംഗം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 3 അധ്യായങ്ങളിലായി വ്യാപിച്ചു കിടക്കുക. 5, 6, 7 അധ്യായങ്ങളിൽ. അത് രൂപത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് സമതല പ്രസംഗമായി കാണുക. പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് പാപികളോട് പ്രിയപ്പെട്ടവരെ അവർക്ക് രക്ഷ അരുളുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുക. അവിടെ ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത് വായിക്കുന്നത്. ആ 6-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പ്രത്യേകമായിട്ട് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മളെങ്ങനെ സ്നേഹത്താലും കരുണയാലും ക്ഷമയാലും നിറഞ്ഞു ജീവിക്കണം എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക. അവിടെ പ്രത്യേകിച്ച് ഈശോ പറയുന്നറിയാവോ, നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് കരുണ നിറഞ്ഞവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണ നിറഞ്ഞവരായിരിക്കുവിൻ എന്നാണ്. അതേപോലെ സുവർണ്ണ നിയമവും കർത്താവ് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതേപോലെ അവരോടും പ്രവർത്തിക്കുക എന്ന് ഈശോ പ്രത്യേകമായിട്ട് പറയുക. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രബോധനം വ്യക്തമായിട്ട് അവിടെ നിന്ന് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. ആ രീതിയിൽ കർത്താവ് നമുക്ക് ഉപദേശം തരുക. നിൻ്റെ വലത്തേ കണ്ണത്തടിച്ചാൽ ഇടതേതുകൂടെ കാണിച്ചു കൊടുക്കുക എന്നെല്ലാം പറയുകയാണ്. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കാൻ പോകരുത്, പിന്നെയോ അവരെ ദൈവത്തിൻ്റെ കണ്ണോടെ, കരുണയുടെ കണ്ണോടെ നോക്കിക്കാണാനായിട്ട് ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് നമ്മളോട് പറയുക, ശത്രുക്കളെപ്പോലും സ്നേഹിക്കുക. ഒരു വിധത്തിൽ നമ്മൾ ആദത്തിൽ ജീവിച്ചാൽ നമ്മളെ ശത്രുക്കളെ വെറുക്കത്തേയുള്ളൂ. നിങ്ങളെ അധിക്ഷേപിക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. നമ്മളെ ശപിക്കുന്നവരെ തിരിച്ച് ശപിക്കത്തേയുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കുവാൻ ശ്രദ്ധ വയ്ക്കുമ്പോഴോ അവിടെ നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ സാധിക്കും. അവിടെ നമ്മളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ സാധിക്കും. നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തരുന്ന വലിയ ആ സന്ദേശങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിധിക്കാൻ പോയാൽ വധിക്കാനേ പറ്റൂ. നമ്മൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ വിധിക്കുക എന്നതിന് പകരം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുമ്പോഴാണ് കർത്താവിനെ പോലെ പറയാൻ പറ്റുക, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ രീതിയിൽ ഓർക്കുക എന്നുള്ളതാണ്. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ വാക്കുകൾ നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. സ്വന്തം സഹോദരന്മാർ തന്നെ കൊല്ലാനായിട്ട് അടിമയായിട്ട് വിറ്റു, ഒരു വിധത്തിൽ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. ഇങ്ങനെ തിക്ത അനുഭവങ്ങളൊക്കെ ആ സഹോദരന്മാരിൽ നിന്ന് കിട്ടിയിട്ടും ജോസഫ് ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി മാറി. അവിടെ യാചകരെ പോലെ ഈ സഹോദരന്മാർ വരുമ്പോൾ അവരോട് പറയുന്ന വാക്കുകൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 2 ഇടങ്ങളിൽ വായിക്കുന്നുണ്ട്. 45-ാമത്തെ അധ്യായത്തിൽ 4-5 വാക്യങ്ങളിലും 50-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലും അവിടെ കർത്താവ് പ്രത്യേകിച്ച് ജോസഫ് എന്താ പറയുന്നറിയാവോ? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവമോ എല്ലാം നന്മയാക്കി മാറ്റി. മനുഷ്യന് നമുക്കെതിരെ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രിയപ്പെട്ടവരെ, അതിലൂടെ പോലും ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ബോധപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയോടെ എല്ലാം നോക്കാൻ, ദൈവത്തിൻ്റെ ദൃഷ്ടിയോടെ എല്ലാവരെയും കാണാൻ, ദൈവത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി നമ്മളെ കണ്ടെത്തി അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഹ്വാനം ചെയ്യപ്പെടുകയാണ്. നമ്മൾ വിധിക്കരുത് എന്ന് പറയുന്നു. അതേപോലെ നമ്മൾ വാങ്ങാനല്ല ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് എന്ത് കിട്ടും എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പിടിച്ചു വയ്ക്കാനല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെയോ വിട്ടുകൊടുക്കുവാൻ നമ്മൾ തയ്യാറാവുക. നമുക്കെല്ലാം തരുന്ന ആ ദൈവത്തെ അനുകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ കൊടുക്കുന്നവരായി ജീവിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. സുവിശേഷങ്ങൾ രേഖപ്പെടുത്താത്ത കർത്താവിൻ്റെ ഒരു വചനമാണല്ലോ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:35 സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം. ഈശോ പറയുവാണ്, നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ അത് പിടിച്ചു വയ്ക്കാനോ ശ്രമിക്കേണ്ട, പിന്നെയോ ദൈവത്തിൻ്റെ ആ ഔദാര്യത്തെ ജീവിതത്തിലൂടെ പകർത്താനായിട്ട് ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ ദിവ്യകുർബാനയിൽ പങ്കുചേരുവാണല്ലോ. ഈ ദിവ്യകുർബാന വലിയ സ്നേഹത്തിൻ്റെ ആഘോഷമാണ്, ദൈവത്തിൻ്റെ കരുണയുടെ ആഘോഷമാണ്, ദൈവത്തിൻ്റെ ക്ഷമയുടെ ആഘോഷമാണ്.
പാപികളായി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഈശോ തൻ്റെ തന്നെ ജീവൻ അർപ്പിച്ചതിൻ്റെ ഓർമ്മിക്കലും ആഘോഷിക്കലും അനുഷ്ഠിക്കലുമാണ് പ്രിയപ്പെട്ടവരെ ഓരോ ദിവ്യകുർബാനയും. അവിടുന്ന് ആ മരണത്തെപ്പോലും ജയിച്ചുത്തിതനായി നമുക്ക് ആ ക്ഷമയുടെ വരം തരുന്ന ആ കാര്യമാണ് നമ്മൾ ഓരോ കുർബാനയിലും നമ്മൾ ആഘോഷിക്കുന്നത്. കർത്താവ് ഉത്ഥിതനായ ഈശോ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, ആരുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമിക്കുന്നുവോ അത് അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോ തരുന്ന പാഠങ്ങൾ ക്ഷമയുടെ പാഠങ്ങളാണ്, കരുണയുടെ പാഠങ്ങളാണ്, സ്നേഹത്തിൻ്റെ പാഠങ്ങളാണ്. ഈശോ പറയുന്നു, നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിന് മുമ്പുള്ള ബൈബിൾ വാക്യം ഓർമ്മപ്പെടുത്തുക. ഈശോ പറയുക, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചില്ലേ, അതേപോലെ നിങ്ങളും സ്നേഹിക്കുക. നമ്മൾ ക്ഷമിക്കേണ്ടവരാ പ്രിയപ്പെട്ടവരെ. ഈശോയെപ്പോലെ ക്ഷമിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാൽവരി കുരിശിൽ ഈശോ കിടന്നപ്പോൾ ഈശോ പ്രാർത്ഥിച്ചില്ലേ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചില്ലേ? ആ ക്ഷമയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃക. നമ്മൾ ക്ഷമിക്കാൻ ആദ്യം പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ആര് നമ്മളെ ഉപദ്രവിച്ചോ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ വിരോധത്തിൻ്റെ ആ കെട്ടുപാടുകളെല്ലാം അഴിഞ്ഞു പോവുക. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ നമ്മൾ ക്ഷമിക്കാനായിട്ട് നമ്മൾ മാറ്റിവെക്കരുത്, ഉടൻ ക്ഷമിക്കാനായിട്ട് തയ്യാറാവുക. നമ്മൾ മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ക്ഷമിക്കാൻ നമുക്ക് അവസരം കിട്ടി എന്ന് വരില്ല. ഉടൻ ക്ഷമിക്കുക. അതേപോലെ വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കുക. നിങ്ങളൊക്കെ വന്ന് എന്നോട് മാപ്പ് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം എന്ന് ഈശോ പറഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. അതിന് പകരം പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുകയാണ്. അതുപോലെ വിധിക്കാതെ ക്ഷമിക്കുക, മനസ്സിലാക്കി ക്ഷമിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ എല്ലാം ക്ഷമിക്കുക, എല്ലാവരോടും ക്ഷമിക്കുക. നിങ്ങളോട് മാത്രം ഞാൻ ക്ഷമിക്കാം, നിങ്ങൾ ചെയ്ത ഇത് മാത്രം ഞാൻ ക്ഷമിക്കാം എന്ന് പറഞ്ഞ് ഒന്നും മാറ്റിവെച്ചില്ല. നമ്മൾ ഏതെങ്കിലും ക്ഷമിക്കാതെ മാറ്റിവെച്ചാൽ, ആരോടെങ്കിലും ക്ഷമിക്കാതെ ഇരുന്നാൽ പ്രിയപ്പെട്ടവരെ, ആരോടും ക്ഷമിക്കാത്ത പോലെയാ, ഒന്നും ക്ഷമിക്കാത്ത പോലെയാ അല്ല. എല്ലാവരോടും ക്ഷമിക്കുക, എല്ലാം ക്ഷമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ക്ഷമ നമ്മളെ എന്നും നയിക്കട്ടെ. നമ്മുടെ ഉള്ളിലെ വിരോധങ്ങൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ വിരോധവും കോപമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് ഒരു വിധത്തിൽ നമ്മളെ അടിമപ്പെടുത്തും, അത് നമ്മളെ രോഗികളാക്കും. പല മനോരോഗത്തിൻ്റെ പോലും കാരണം അതാ, ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ പോലും കാരണം അതാ. അതേപോലെ നമ്മുടെ ഉള്ളിൽ വിരോധവും വെറുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ, പ്രതികാര ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് നമ്മുടെ കുടുംബങ്ങളെപ്പോലും നരകതുല്യമാക്കി മാറ്റും. നമുക്കതെല്ലാം മാറ്റാം ക്ഷമിക്കുന്നതിലൂടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിമോചനം പ്രാപിക്കാം, നമുക്ക് വിമോചിപ്പിക്കാം. ക്ഷമിക്കുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് സൗഖ്യം അനുഭവിക്കാം, സൗഖ്യം കൊടുക്കാം. ക്ഷമിക്കുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബന്ധങ്ങളെല്ലാം ക്രമീകരിക്കാം. നമ്മുടെയൊക്കെ കുടുംബം, നമ്മുടെ സമൂഹം സ്വർഗീയമായി മാറുന്നത് പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ്. ദൈവത്തിൻ്റെ ക്ഷമയെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഈശോ വെളിപ്പെടുത്തി, ഈശോ കാണിച്ചു തന്ന ക്ഷമയെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാവർത്തികമാക്കാം. ആ ക്ഷമിക്കുവാനുള്ള വരമാണ്, അതിനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരിക. സഭയുടെ കൂട്ടായ്മ ക്ഷമിക്കുന്നവരുടെ കൂട്ടായ്മയാണ് പ്രിയപ്പെട്ടവരെ. സഭയുടെ കൂട്ടായ്മ ക്ഷമിക്കുന്നവരുടെ കൂട്ടായ്മ. നമുക്ക് ആ കൂട്ടായ്മയിലായിരുന്ന് ക്ഷമിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നമുക്ക് കരുണ കാണിച്ച് ജീവിക്കുവാനായിട്ട് തയ്യാറാകാം. അങ്ങനെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി, ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി, പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായി, തിരുസഭയിലെ അംഗങ്ങളായി, സ്വർഗീയ പൗരരായി ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.